മലപ്പുറം വളാഞ്ചേരിയിൽ ഭർത്തൃമതിയെ കൂട്ടബലാത്സംഗം ചെയ്തു വന്ന കേസിൽ 3 പ്രതികൾ അറസ്റ്റിലായി. പീഡിക്കപ്പെട്ട സ്വദേശികളായ സുനിൽ, ശശി, പ്രകാശൻ എന്നിവരാണ് പിടിയിലായത്. വീട്ടിൽ അതിക്രമിച്ചു കടന്ന് 3 അംഗ സംഘം പീഡിപ്പിച്ചു എന്നാണ് യുവതിയുടെ പരാതി. വേണമെങ്കിൽ പെട്രോളിന് 1 രൂപയോ 2 രൂപയോ കൂട്ട്. ഇവനെയൊക്കെ ആ ലൈഫ് ലോങ് ആ ജയിലിൽ തന്നെ ഒന്ന് അടച്ചിടാൻ പറ്റുമോ പുറത്തു വിടാത്ത രീതിയിൽ? നിങ്ങൾ പെൻഷൻ കൊടുക്കാനോ അതുപോലെ തന്നെ കക്കൂസ് പണിയാനെന്നൊക്കെ പറഞ്ഞ് ടാക്സ് കൂട്ടുന്നുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് പെട്രോളിന് പൈസ. അപ്പോൾ ഇതുപോലെയുള്ള നാറികളുടെയൊക്കെ ചിലവ് ഞങ്ങൾ പൊതുജനങ്ങൾ തന്നെ അങ്ങ് എടുത്തോളാം. ഇവനെയൊക്കെ ഒന്ന് പുറത്തു വിടാണ്ടിരുന്നാൽ മതി. എന്താണേലും പല രീതിയിൽ ടാക്സ് പോകുന്നുണ്ട്. ഇതിന് 2 രൂപ കൊടുത്ത് നിർത്തിയിട്ട് ഒരു ജനത്തിനും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയില്ല. ഇവനൊന്നും പുറം ലോകം കാണിക്കാണ്ടിരുന്നാൽ മതി. ഇവനും ഇവനെ പോലെയുള്ളവന്മാർ സ്വന്തം വീട്ടിൽ പോലും സുരക്ഷിതമായിട്ടിരിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എവിടെ ജീവിക്കും? നിങ്ങൾ തന്നെ അതാണ് പറഞ്ഞത്. ഇവനെ പോലെയുള്ള നാറികളുടെ ചിലവൊക്കെ ഞങ്ങൾ പൊതുജനങ്ങൾ എടുത്തോളാം. ഈ ടാക്സ് 1-2 രൂപ കൂട്ട്, എന്നിട്ട് ഇവനെയൊക്കെ പുറത്ത് വിടാണ്ടിരുന്നാൽ മതി. ഇവനൊക്കെ പുറത്ത് വിട്ടാൽ നാളെ ഇതല്ല ഇതിലപ്പുറവും കാണിക്കും. ഇങ്ങനെ തന്നെയല്ലേ കാണിക്കുന്നത്? ഇവിടെ 10, 20, 25, 30 കേസിൽ പ്രതിയായവൻ പുറത്തിറങ്ങുന്നു, പിന്നെ അത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെന്താ അവസ്ഥ ഇത്? ഇവനൊക്കെ ഒരിക്കലും ജാമ്യം കിട്ടാത്ത രീതിയിൽ അകത്ത് തന്നെ അടച്ചിടാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു ടാക്സ് കൂട്ട്, 1-2 രൂപ കൂട്ട്, എന്നിട്ട് അതിനൊരു അന്തസ്സുണ്ടാവും പറഞ്ഞു കഴിഞ്ഞാൽ. ഇവനെ പോലെയുള്ളവന്മാരെയും സ്ഥിരം പ്രശ്നക്കാരായിട്ടുള്ള കാപ്പ ചുമത്തുന്നവന്മാരെയും ഇവന്മാരെ ഒന്നും പുറത്തു വിടണ്ടെന്നേ, അകത്ത് തന്നെ അടച്ചിട്. ഇത് പറയുമ്പോൾ പറയുമായിരിക്കും നമ്മുടെ നിയമം അങ്ങനെയാണ്, നമുക്ക് അങ്ങനെയൊന്നും ചെയ്യാനുള്ള വകുപ്പില്ല, നിയമാനുസൃതമേ ചെയ്യാൻ പറ്റുള്ളൂ. ഒരുവിധമുള്ള എല്ലാ നിയമങ്ങൾക്കും ഭേദഗതി വരുത്താമെങ്കിൽ ഇതിന് മാത്രം വരുത്തിക്കൂടായികയൊന്നുമില്ലല്ലോ. പല കേസിലും അറസ്റ്റിലാകുന്നവന്മാരെ കുറിച്ചുള്ള വാർത്തകൾ വരുമ്പോഴാണ് കഷ്ടം തോന്നുന്നത്. കാരണം ഇയാൾ ഇത്ര കേസിൽ പ്രതിയാണെന്ന് പറഞ്ഞാൽ വരുന്നത്. ഇതിനു മുമ്പ് ഇതേ സമാനമായ പല കേസുകളിലും അയാൾ പ്രതിയായിരിക്കും, അതിൽ ജാമ്യത്തിൽ ഇറങ്ങിയേക്കുന്ന ആളുകളായിരിക്കും. ഒരുപാട് വാർത്തകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, അങ്ങനെ തന്നെയാണ് വരുന്നത്. കാരണം ഇവന്മാർക്കറിയാം അകത്ത് പോയാൽ നാളെ ജാമ്യം കിട്ടി വെളിയിൽ ഇറങ്ങുമെന്ന്. ഇതൊന്നും പ്രാക്ടിക്കലാകുകയില്ലെന്നറിയാം, എങ്കിലും അങ്ങ് പറഞ്ഞതാണ്. അങ്ങനെ എന്തെങ്കിലും വകുപ്പുണ്ടെങ്കിൽ 1-2 രൂപ കൂട്ടിയിട്ട് അത് ചെയ്യാൻ പറ്റിയ വളരെ വലിയ ഉപകാരമായിരുന്നു. കാരണം ഈ നാറികളെയൊന്നും പുറത്ത് സഹിക്കണ്ടല്ലോ, അതുകൊണ്ടാണ്.